നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാട്ടകത്താണ്. ഇന്നലെ ഈ ഒരു പ്രദേശത്ത് ഒരു അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇല്ലമ്പള്ളിൽ ഫിനാൻസ് ഉടമയായ രാജുവിനെ ഇന്നലെ രാത്രി ഒരു അക്രമി കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലെ ബാഗിൽ ഉണ്ടായിരുന്ന ഏകദേശം 12,000 രൂപയും അതോടൊപ്പം സ്ഥാപനത്തിൻ്റെ താക്കോലും അടക്കം കവർന്നു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കാൻ രാജു നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കും. നാട്ടകം പഞ്ചായത്തിൻ്റെ അവിടെ ഇറങ്ങി ഒരു ഉദ്ദേശം 7:30 മണിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് നടന്ന് വീടിൻ്റെ ഇവിടെ വന്നപ്പോൾ 7:45 ആയിട്ടുണ്ട്. ഒരു ആൾ എന്നോട് അയൽവക്കത്തെ വീട് വെട്ടയില്ലാതെ കിടക്കുന്നത് കണ്ടിട്ട് ഇവിടെ വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാൻ മേലെന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ അവൻ ഇടത്ത് കൈക്ക് എൻ്റെ കർണത്തടിച്ചേച്ച് വലത് കൈയിലുണ്ടായിരുന്ന മുളക് പൊടി എൻ്റെ കണ്ണിൽ വിതറിയേച്ച് എൻ്റെ ബാഗും പിടിച്ച് പറിച്ചുകൊണ്ട് ഓടി. ഞാൻ അവൻ്റെ പുറകെ ഒരു 30-40 അടിയോളം ഓടിയപ്പോൾ അവൻ ചുറ്റും തൊട്ടടുത്തുള്ള പറമ്പിലെ പൊന്തക്കാട് വഴി കയറി ഇറങ്ങി ഓടിപ്പോവുകയായിരുന്നു നടന്നത്. ചിങ്ങവനം പോലീസ് വന്ന് അന്വേഷിച്ച് ഇവിടെ എല്ലാം തപ്പി. പക്ഷേ അവനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. തൊട്ടടുത്ത വീട്ടിൽ അവൻ്റെ കാല് മുറിഞ്ഞതോ ഏതാണ്ട് രക്തക്കറവനും അവൻ മുളക് പൊടി കൊണ്ടുവന്ന ഒരു തൊപ്പിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ വീടിൻ്റെ ചുറ്റും മുളക് പൊടി വിതറിയിട്ടുമുണ്ട്. ഈ രാജുവിൻ്റെ കയ്യിലിരുന്ന ബാഗ് തട്ടിപ്പറിച്ച ശേഷം പ്രതി രക്ഷപ്പെട്ടത് വീടിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു പൊന്തക്കാട്ടിലൂടെയായിരുന്നു. തുടർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടയാൾ സമീപത്തെ റോഡിൽ എത്തി കാലിലെ മുറിവുമായി നിൽക്കുന്നതായി കണ്ടതായി നാട്ടുകാർ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. ഈ മുറിവുമായി ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളൊരു ചുവന്ന ഷർട്ടാണ് ധരിച്ചിരുന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പ്രദേശവുമായി ഏറെ അടുപ്പമുള്ള ആളാണ് ഇത്തരത്തിലൊരു മോഷണം നടത്തിയതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇത്തരത്തിലുള്ള നിഗമനം കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിലിപ്പോൾ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ചിങ്ങവനം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. കോട്ടയം നാട്ടകത്തു നിന്നും ടീം ജാഗ്രത.